അവയവക്കടത്ത് കേസിൽ ഇരയാക്കപ്പെട്ട പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിലെന്ന സൂചന. എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വീട്ടിലെത്തിയതോടെയാണ് അവയവ തട്ടിപ്പിന്റെ വിവരങ്ങൾ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞത്. സാമ്പത്തിക തർക്കത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ ഷമീർ എങ്ങനെ അവയവ തട്ടിപ്പ് റാക്കറ്റിലകപ്പെട്ടു എന്ന് വീട്ടുകാർക്കും നാട്ടുകാർക്കും വ്യക്തമല്ല. ബാങ്കോക്കിലാണെന്ന് പറയപ്പെടുന്ന ഷമീറിനെ ഒരു മാസം മുമ്പ് പാലക്കാട് നഗരത്തിൽ കണ്ടതായും അഭ്യൂഹമുണ്ട്. ബാങ്കോക്കിലുള്ള ഷമീർ സമൂഹമാധ്യമങ്ങൾ വഴിയാണ് സുഹൃത്തുക്കളെ ബന്ധപ്പെടാറുള്ളതെന്ന് കൗൺസിലർ മൻസൂർ മണലാഞ്ചേരി പറഞ്ഞു. അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ലാസ്റ്റ് സുഹൃത്തുക്കളെ പറഞ്ഞത് ഒരു മാസം മുമ്പ് അദ്ദേഹം ഫേസ്ബുക്ക് വഴി ഫോൺ വിളിച്ചിട്ട് ഞാൻ ബാങ്കോക്കിലുണ്ടെന്നും ഞാൻ അവിടെ വന്ന് വേറൊരു കാര്യമൊന്നും പൊട്ടിരിക്കുകയാണെന്നും അത് പിന്നീട് ബാക്കിയിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബാങ്കോക്കിലുണ്ട് എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളെ വിളിച്ച് ഒരു മാസം മുമ്പ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ സമയത്ത് തന്നെ പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകൾ ഷമീർ കൊണ്ടുപോയതായി പിതാവ് പറയുന്നു. ഇപ്പോൾ അവയവദാനം നടത്തിയത് സംബന്ധിച്ച് തങ്ങൾക്കറിയില്ലെന്നും നാട്ടിൽ അവയവദാനം നടത്താൻ ശ്രമിച്ചപ്പോൾ തടഞ്ഞിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. പോകുന്നത് അതിന് കുറച്ച് പൈസയൊക്കെ അവൻ്റെ കയ്യിൽ വീട് കെട്ടാനുള്ളത് ഉണ്ടായിരുന്നു. അവനെ ഏൽപ്പിച്ച് അതൊക്കെ അതിന് ആ പൈസേനൊക്കെ എന്തോ ചെയ്തെന്ന് അറിയില്ല. ചോദിച്ച് എന്താ ചെയ്തു ചോദിച്ചപ്പോൾ അത് ഞാൻ ചിലവാക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ എന്നെ കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഞാൻ വഴക്കിട്ടിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. ഞാൻ ജോലിയിലായിരുന്നു, അന്ന് വീട്ടിലില്ല, സെക്യൂരിറ്റി പണിയില്ലായിരുന്നു. അവിടെ നിന്നാണ് വന്നപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് പോയി. അങ്ങനെയാണ് ചോദിച്ചത്, ഒന്നും മുണ്ടിയില്ല എന്ന് പറഞ്ഞു. ബാഗ് എടുത്തിട്ട് ആൾ സ്ഥലം വിട്ടത്. ഒരു കൊല്ലം കഴിഞ്ഞില്ല പോയിട്ട്. അതിന് ശേഷമാണ് ഇതിനിടയിൽ വിളിച്ചിട്ടൊന്നുമില്ല. ഇല്ല, വിളിച്ചില്ല. നമുക്ക് വിളിച്ചില്ല. ഞാൻ കേൾക്കില്ല, എൻ്റെ നമ്പർ ഇല്ല, ഞാൻ വിളിച്ചില്ല. നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മളെ അധികം വിളിക്കലുമില്ല, ഒന്നുമില്ല. ഇന്ത്യയിൽ നിന്നും ആളുകളെ വിദേശത്തേക്ക് കടത്തി അവയവ കച്ചവടം നടത്തിയ കേസിലെ പ്രതി സാബിത് നാസർ ഷമീറിനെ കൂടാതെ 19 പേരെ കൂടി ഇറാനിലേക്ക് കടത്തിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.